ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകരരുടെ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം പാകിസ്ഥാനെ അറിയിച്ചത് തെറ്റാണെന്ന് രാഹുൽ ഗാന്ധി. ആരാണ് അതിന് അനുമതി നൽകിയതെന്ന് രാഹുൽ. തൽഫലമായി ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി. പ്രതികരണം വിദേശകാര്യമന്ത്രിയുടെ വീഡിയോ ദൃശ്യം പങ്കുവച്ചു. രാവൽപിണ്ടി നൂർഖാൻ വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചെന്ന് സമ്മതിച്ചു പാകിസ്ഥാൻ. സൈനിക മേധാവി പുലർച്ചെ തന്നെ ഇക്കാര്യം അറിയിച്ചെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. വ്യോമതാവളങ്ങളിൽ മിസൈൽ പതിച്ചെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് ഇതാദ്യം. वज़ीर आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं. एक नूर खान एयरपोर्ट पे गिरा है. അഫ്ഗാനിൽ നിന്നുള്ള ട്രക്കുകൾക്ക് അനുമതി നൽകി ഇന്ത്യ. അട്ടാരി വാഗ അതിർത്തി ഇന്ത്യ തുറന്നു. കോൺഗ്രസ് വെട്ടിയിട്ടും വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് നൽകിയത് മറ്റ് 4 പേരുകൾ. ലിസ്റ്റ് പുറത്തുവിട്ട ജയറാം രമേശ്. ക്ഷണം ബഹുമതിയായി കാണുന്നുവെന്ന് തരൂർ. ഇടുക്കി മൂന്നാറിൽ വീണ്ടും നിയമലംഘന യാത്ര. ചിന്നക്കനാലിൽ വാഹനത്തിന് മുകളിലിരുന്ന് യാത്ര ചെയ്ത യുവാക്കൾ. നിയമലംഘനം മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധനകൾക്കിടയിൽ. സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവത്തിൽ കൂടെയുള്ളവർ തനിക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്ന് അഭിഭാഷകയുടെ ശബ്ദ സന്ദേശം പുറത്ത്. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോ എനിക്ക് മനസ്സിലായി. എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഇതുവരെ ഞാൻ എന്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്കെതിരായിട്ടോ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് താനല്ലെന്ന അഭിഭാഷക. ഗ്രൂപ്പിൽ അധിക്ഷേപം തുടർന്നപ്പോഴാണ് പ്രതികരിച്ചതെന്നും അഡ്വക്കേറ്റ് ഷാമിൽ. അവരിടുന്ന ആ ഒരു കമന്റിനും അവരിടുന്ന വോയിസിനുമുള്ള ഒരു റിപ്ലൈ ആയിരുന്നു അത്. അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ, വക്കീലന്മാർ മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യം അത് മീഡിയയ്ക്ക് കിട്ടി. ഞാൻ പോലും അറിയാതെ അത് പബ്ലിഷ് ആയെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം അത് എനിക്കറിയില്ല. പ്രതി അഡ്വക്കേറ്റ് ബെയിലിന്റെ ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റി. വിധി പറയുക മറ്റന്നാൾ. മുൻ MLA എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. നിയമനം KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ഒഴിവിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി. ഏത് ചുമതലയും നന്നായി ചെയ്യുമെന്ന് എ പ്രദീപ് കുമാർ. അർജന്റീനിയൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സി കേരളത്തിലെത്തുമെന്ന് കായിക മന്ത്രി. മെസ്സി കേരളത്തിൽ വരുന്നതിന് തടസ്സങ്ങളില്ലെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. സ്റ്റേഡിയം സംബന്ധിച്ച ആശങ്കകളില്ല. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം മത്സരത്തിന് തയ്യാറാണെന്നും മന്ത്രി. കാസർഗോഡ് എണ്ണപ്പാറയിലെ 16-കാരിയുടെ മരണത്തിൽ 15 വർഷത്തിന് ശേഷം പ്രതി അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് പാണത്തൂർ സ്വദേശിയും കരാറുകാരനുമായ ബിജു പൗലോസ്. പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത് 2010. മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. കാൽപ്പാടുകളും കണ്ടെത്തി. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നും നാട്ടുകാർ. നരഭോജിയായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡർ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഇവിടുന്ന് കൊന്നിട്ട് കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ അത് വീണ്ടും തിരിച്ചു വരലും ഞങ്ങളെ ഭയപ്പാട് അതേമാതിരി നിലനിൽക്കുകയും ചെയ്യും. ഇഡി കേസ് ഒതുക്കാമെന്ന പേരിൽ പണം തട്ടിയ കേസിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ 1-ാം പ്രതി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. തട്ടിപ്പിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരും അറസ്റ്റിൽ. രഞ്ജിത്തിന്റെ കൊച്ചിയിലെ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധന വീട്ടിലും.